ഇന്ന് ഏപ്രിൽ 10 വിഷു റിലീസുകൾ എത്തി. കൂട്ടത്തിൽ നമ്മളുടെ ബസൂക്കയും. അപ്പോൾ ഇന്ന് രാവിലെ ബസൂക്ക കണ്ട് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു ജോട്ട് SPK ആൻഡ് ദിസ് ഈസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. മലയാള സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ നവാഗത സംവിധായകരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മമ്മൂക്കയാണെന്ന് നമുക്ക് കണ്ണുടച്ച് പറയാം. ആ കൂട്ടത്തിലേക്ക് പുതിയൊരു പേര് വരുവാണ് ഡിനു ഡെന്നിസ്. മോഹൻലാലിന്റെ എമ്പുരാൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഓളം ആൻഡ് അതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ നമ്മൾ തീർച്ചയായിട്ടും വളരെ പ്രൗഡായി തന്നെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അപ്പൊ മമ്മൂട്ടി ഫാൻസ് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷകളുമായിട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന സിനിമ തന്നെയാണ് ബസൂക്ക. കുറെ ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ബസൂക്ക വന്നു. എല്ലാവരും ബസൂക്ക കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും മമ്മൂട്ടി എന്നുള്ളൊരു ആക്ടറിന്റെ ഈ സിനിമ ത്രൂ ഔട്ട് എന്ന് ഒരിക്കലും ഞാൻ പറയില്ല, ലാസ്റ്റ് ഒരു അരമണിക്കൂർ നേരത്തെ പെർഫോമൻസ് ആണ്. ആ പെർഫോമൻസ് അരമണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് നീണ്ടുപോകും. ഒരു ലാസ്റ്റ് ഒരു 15-20 മിനിറ്റ് നേരത്തെ മമ്മൂക്കയുടെ പെർഫോമൻസ് ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ലാസ്റ്റ് 20 മിനിറ്റ് അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവും. മമ്മൂട്ടി എന്നുള്ളൊരു ആക്ടറിന്റെ ഫാൻസിന് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു സംഭവം ഈ സിനിമയ്ക്കകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഒരു സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ആക്ടറോ അല്ലെങ്കിൽ ആ ഒരു ആക്ടറിന്റെ പെർഫോമൻസോ മാത്രമല്ല, അതിൻ്റെ കഥ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഈ രണ്ട് ഫാക്ടേഴ്സും ഒരു സിനിമയെ അപ്പീലിംഗ് ആക്കും. ആ ഒരു ഫാക്ടറിൽ നോക്കുമ്പം ഒരു നീഷ് കാറ്റഗറിയിൽ പെടുന്ന ആളുകളെ മാത്രമേ ഈ സിനിമ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളത് ഒരു വിഷമത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. ഗെയിമിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് കാണുന്ന ഒരു ജനറേഷനിൽ പെടുന്ന ആളുകൾക്ക് മാത്രമേ ഒരു പരിധിവരെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും ഇതിൻ്റെ പ്രോഗ്രഷനൊക്കെ മനസ്സിലാവുള്ളൂ. ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള കുറേ ജാർഗൺസും ഒരു പരിധിവരെ ഈ സിനിമയെ സാധാരണക്കാർക്കിടയിലേക്ക് എത്തുന്നതിൽ നിന്ന് വല്ലാണ്ട് പിന്നോട്ട് വലിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ ലെറ്റ് ഡൗൺസ് ഓഫ് ദ ഫിലിം ബസൂക്ക. ഇനി മമ്മൂട്ടി എന്നുള്ള ആക്ടറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ആളുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗൗതം വാസുദേവ് മേനോൻ അദ്ദേഹത്തിന് ടൈലേർഡ് ആയിട്ടുള്ള വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പുള്ളിക്ക് ഗംഭീര സ്വാഗ് ഉണ്ടായിരുന്നു ആൻഡ് പുള്ളിയുടെ പെർഫോമൻസ് വാസ് റിയലി ഗുഡ്. ഇനി ഒരു സർപ്രൈസ് ക്യാമിയോ, അതിന് സർപ്രൈസ് ഒന്നുമല്ല, കാരണം എല്ലാവർക്കും മനസ്സിലായി ഈ പടത്തിൽ സന്തോഷ് വർക്കിയെ പോലുള്ളൊരു വ്യക്തിയെ എന്തിനാണ് പ്ലേസ് ചെയ്തത്, അല്ലെങ്കിൽ അത് പ്ലേസ് ചെയ്യാനുണ്ടായ ഒരു ചേതോവികാരം എന്താണെന്നുള്ളത് അറിയാൻ തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട്. ആൻഡ് അത് പ്ലേസ് ചെയ്തത് അങ്ങനത്തെ ഒരു മൊമെന്റിലുമാണ്. കാരണം നമ്മളെല്ലാവരും കൂടെ വലിയൊരു സംഭവം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ സംഭവം ഒന്നുമില്ലാത്തൊരു സാധനം വെച്ച് നീട്ടുന്ന പോലെയൊക്കെയാണ് ആ സീനിലെ സന്തോഷ് വർക്കിയെ പ്ലേസ് ചെയ്തപ്പം എനിക്ക് അനുഭവപ്പെട്ടത്. ഇനി കമ്മിങ് ബാക്ക് ടു ദ മെയിൻ തിങ്, മമ്മൂക്ക. കാരണം എന്നെപ്പോലുള്ള പല ആളുകളും ഒരുപാട് ഹൈപ്പൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും ഈ ഒരു സിനിമ ഇന്ന് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാനുള്ള ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് മമ്മൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള മഹാനടൻ തന്നെയാണ്. തീർച്ചയായിട്ടും മറ്റ് പല ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ തൻ്റെ കരിയറിൽ ചെയ്തിട്ടുള്ള എണ്ണമറ്റ ക്യാരക്ടേഴ്സിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനം മമ്മൂക്ക ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി. കാരണം ആ ഒരു സീക്വൻസിലേക്ക് വരുമ്പം യെസ് യാ മോനെ, ആ ഒരു ഫീല് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇഫ് യു ആർ എ മമ്മൂക്ക ഫാൻ ഓർ ഇഫ് യു ആർ എ ഫാൻ ഓഫ് ഗുഡ് ആക്ടിങ്, തീർച്ചയായിട്ടും നമുക്ക് ആ ഫീൽ കിട്ടും. പക്ഷേ ഫോർ മീ എനിക്കുണ്ടായ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വാസ് ലിറ്റിൽ ടു ലേറ്റ് ഫോർ എ ഫിലിം ഫാൻ, അല്ലെങ്കിൽ ഒരു സാധാരണ സിനിമ ആസ്വാദകൻ അത്രയും നേരം കാത്തിരിപ്പിക്കുന്ന ആ ഒരു സംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ലെറ്റ് ഡൗൺ ആണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഒന്നും കൂടെ അടിവരയിടുകയാണ്. ഫോർ മീ ദിസ് പെർട്ടിക്കുലർ ഫിലിം ഇസ് എൻ എബവ് ആവറേജ് ഫിലിം ഫോർ ഷുവർ. തീർച്ചയായിട്ടും നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ മാത്രമുള്ള സാധനം ഈ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷേ കുറച്ച് ഇൻ്റലക്ച്വലി ഡിമാൻഡിങ് ആണ്. കാരണം ഈ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാൻ കുറച്ച് സമയമെടുക്കും. ഇത് എൻ്റെ കുറ്റമാണോ എൻ്റെ കുഴപ്പമാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് വാട്ട് ഐ എം ടെല്ലിങ് യു ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ജെൻസി ആളുകൾ പിന്നെ ഗെയിമിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ തീർച്ചയായും ഇഷ്ടപ്പെടാം. യു ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ദ ഫിലിം. ഫാമിലീസ് ഐ ഡോണ്ട് തിങ്ക് സോ. ആൻഡ് ഈ ഒരു സിനിമയും എമ്പുരാനെയും ഒന്നും താരതമ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതലായിട്ട് വെട്ടിയിടാനോ ഒന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഈ സിനിമ റിലീസ് ചെയ്ത അല്ലെങ്കിൽ ഇത് പ്രൊമോട്ട് ചെയ്ത രീതി തന്നെ നമുക്കറിയാവുന്നതാണ്. ഒരു വളരെ നോർമൽ ഫിലിമിൻ്റെ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജീസ് പോലും ഈ സിനിമയിൽ അവർ യൂസ് ചെയ്തിട്ടില്ല. കാരണം നമുക്കറിയാവുന്നതാണ്, വലിയ ബിൽഡപ്പ് ഇല്ല, വലിയ എക്സൈറ്റ്മെൻറ്റോ വലിയ പ്രസ് കോൺഫറൻസസോ ഒന്നുമില്ല. ബിക്കോസ് ദേ ബിലീവ് ദാറ്റ് ദ ബ്രാൻഡ് നെയിം ഓഫ് മമ്മൂക്ക ഇസ് മോർ ദാൻ ഇനഫ്. ആ ഒരു നടൻ്റെ പോസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു നടൻ്റെ പടം ആ പോസ്റ്ററിൽ ഉണ്ടെങ്കിൽ അത് മതിയെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ആൻഡ് ഫോർ മീ ആ ഒരു ഫാക്ടർ കൊണ്ട് തന്നെ ഈ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ മുമ്പോട്ട് പോകും എന്നാണ് എൻ്റെ വിശ്വാസം. ദാറ്റ്സ് ഓൾ. ആൻഡ് ഈ ഒരു വിഷുക്കാലത്ത് 2 യമണ്ടം പടങ്ങളും കൂടെ ബാക്കിയുണ്ട്, ആലപ്പുഴ ജിംഖാന ആൻഡ് ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി. അപ്പോൾ ഈ 2 സിനിമകളും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ട ശേഷം അടുത്ത എൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ തിരിച്ചു വരും. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ജോട്ട് SPK.